നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മറ്റൊരു വിഡ്ഢിത്തം വിളമ്പിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആവശ്യം സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റണം, അല്ലെങ്കിൽ അദ്ദേഹം മാറ്റും എന്നാണ് പറയുന്നത്. സുരേന്ദ്ര, മാറ്റുന്നതിന് മുമ്പായി മറ്റൊരു പണി ചെയ്യാനുണ്ട്. താങ്കൾ ആ അതിർത്തി കടന്നിട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നഞ്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഗുണ്ടിൽപേട്ട കഴിഞ്ഞിട്ട് അവിടെ വളരെ പുരാതനമായ നഞ്ചുണ്ടേശ്വര ക്ഷേത്രം അവിടെയുണ്ട്. നഞ്ചങ്കോടുള്ള നഞ്ചുണ്ടേശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തൊരു ബോർഡുണ്ട്. ആ ബോർഡ് സുരേന്ദ്രനും കൂടെ കാണാൻ വേണ്ടി ഞാൻ വെക്കുകയാണ്. ഒന്ന് വായിക്കും. എന്താ എഴുതിയത്? വായിക്കൂ. അതായത് അതിൻ്റെ മലയാളം സുരേന്ദ്രൻ വായിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ മലയാളം: ടിപ്പു സുൽത്താൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനയെ ഈ കുളത്തിൽ കുളിപ്പിച്ച് അതിനെ ചികിത്സിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ അസുഖം ഭേദപ്പെട്ടു. അസുഖം ഭേദപ്പെട്ടതുകൊണ്ട് ടിപ്പു സുൽത്താൻ ലോർഡ് നഞ്ചുണ്ടേശ്വര ഭഗവാനെ ഹക്കീം നഞ്ചുണ്ട, ഹക്കീം എന്ന് പറയുന്ന ഡോക്ടർ, ഉറുദുവിൽ ഡോക്ടർ നഞ്ചുണ്ട എന്ന് വിളിച്ചു എന്നാണ് ഈ ബോർഡിൽ പറയുന്നത്. ആയിക്കോട്ടെ, ആ ബോർഡ് അവിടെ നിൽക്കട്ടെ. ഇനി താങ്കൾ എൻ്റെ കൂടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് വരണം. നമുക്കൊന്ന് പോയി നോക്കാം. ഉള്ളിൽ കയറി ഇനി സുരേന്ദ്രൻ നോക്കേണ്ടത് ഇതാ കണ്ടോ, ശിവലിംഗം കണ്ടോ? ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ കന്നഡയിൽ എഴുതിയ ഒരു ബോർഡുണ്ട്. അതൊന്ന് സുരേന്ദ്രന് കന്നഡ വായിക്കാൻ അറിയില്ലെങ്കിൽ ഒന്ന് മൊബൈലിൽ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് അടിക്കണം. എന്താ എഴുതിയെന്ന് വായിച്ചു നോക്കിയേ. എന്താ എഴുതിയത്? ഡൊണേറ്റഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ബൈ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ കൊടുത്ത ഈ പാർവതി ഗർഭഗൃഹത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ചിരിക്കുന്ന ഈ പച്ചയിൽ പുതപ്പിച്ച ശിവലിംഗം മുസ്ലിമായ ടിപ്പു സുൽത്താൻ കൊടുത്ത് അവിടെ സ്ഥാപിച്ചതാണെന്നാണ് പറയുന്നത്. താങ്കൾ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടാക്കുന്നതിന് മുമ്പ് കുറച്ചാളെയും കൂട്ടിയിട്ട് ആ ക്ഷേത്രത്തിൽ പോയിട്ട് ആ ടിപ്പു സുൽത്താൻ വെച്ച ശിവലിംഗം മാറ്റാൻ ആവശ്യപ്പെടണം. ഒന്ന് ആവശ്യപ്പെടുമോ? കർണാടകയിൽ പോയിട്ട് നമ്മുടെ നഞ്ചങ്കോട് പോയിട്ട് ആ നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിനകത്തെ ആ ശിവലിംഗം അവിടെ നിന്ന് മാറ്റണമെന്ന് സുരേന്ദ്രൻ പറയുമോ? ആവശ്യപ്പെടുമോ? എന്താ നിലപാട്? ആ പുറത്തുള്ള ബോർഡ് ഹക്കീം നഞ്ചുണ്ട എന്ന് ടിപ്പു സുൽത്താൻ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ബോർഡില്ലേ, മാറ്റാൻ പറയോ? എന്താ നിലപാട്? പറയൂ. ഇനി സുരേന്ദ്രൻ പറയുന്നത് പോലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമായിരുന്നുവെങ്കിൽ ഈ ഗണപതി വട്ടത്തിന് മുമ്പും അവിടെ പേരുണ്ടല്ലോ. ചരിത്രകാരന്മാർ പറയുന്നത് ഹെന്നരഡു ബീവി ആയിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. 12 തെരുവ്, 12 ജൈന തെരുവുകൾ എന്നുള്ള അർത്ഥത്തിൽ ഹെന്നരഡു ബീവി എന്നുള്ള പേരായിരുന്നു സുൽത്താൻ ബത്തേരിക്ക് നേരത്തെ ഉണ്ടായിരുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് മാറ്റുമോ? ഇപ്പോൾ സുരേന്ദ്രൻ എന്താ ഉദ്ദേശിച്ചത്? ഇമാതിരി വിഡ്ഢിത്തമായിട്ട് നടക്കരുത്. ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ എല്ലാ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് ടിപ്പു സുൽത്താനെ കണ്ട ആളുകളാണ്. സുരേന്ദ്രൻ്റെ മുൻ തലമുറക്ക് മറയ്ക്കാനുള്ള അവകാശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ വാങ്ങി തന്ന വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താൻ്റെ പേരിലെ സുൽത്താൻ ഉള്ളത് കൊണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം. അവിടെ എന്താ പറഞ്ഞത്? ഗണപതി വട്ടം എന്നാക്കണമെന്നൊക്കെ പറയുമ്പോൾ താങ്കളുടെ മനസ്സ് ഒരു കാര്യഗൗരവമില്ലാത്ത, ഒരു കാര്യവും ചിന്തിക്കാൻ കഴിയാത്ത മനസ്സാണെന്ന് തിരിച്ചറിയാണ്. ഇമാതിരി വിഡ്ഢിത്തം ഇനിയും പുലമ്പരുത്. കാര്യങ്ങൾ പഠിക്കണം. താങ്കൾ ആദ്യം ഈ ക്ഷേത്രത്തിലുള്ള ശിവലിംഗം എടുത്ത് മാറ്റാനും ആ പുറത്തുള്ള ബോർഡ് മാറ്റാനും ആദ്യം ആവശ്യപ്പെടണം. എന്നിട്ട് പോരെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത്? ആ സുൽത്താൻ അതിൽ വന്നതുകൊണ്ടല്ലേ താങ്കളുടെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മുൻ തലമുറക്ക് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ മറയ്ക്കാനുള്ള ഉത്തരവ് കേരളത്തിൽ ഉണ്ടാക്കിയത് ടിപ്പു സുൽത്താൻ അല്ലേ? അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പോവാവൂ. അല്പം ബുദ്ധി വേണം സുരേന്ദ്ര. നന്ദി, നമസ്കാരം.